ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. ഇന്ന് ഞാൻ അറബിക് സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള മുത്തബക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പേര് കേട്ടിട്ട് ആരും ഞെട്ടണ്ട. ഇതുണ്ടാക്കാൻ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ചേരുവകൾ മാത്രമേ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമുള്ളൂ. പിന്നെ ഈ ഒരു മുത്തബക്ക് നമുക്ക് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു മുത്തബക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഷിഗാസ് കഫേ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിന് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ എടുക്കാം, അല്ലെങ്കിൽ നെയ്യ് എടുക്കാം. ഏതാണെങ്കിലും 2 ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത്. പിന്നെ ഈ ഒരു മാവിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഉപ്പും ഓയിലും ഈ ഒരു മാവിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ മാവാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മൈദമാവ് കുഴക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ്, നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ അതുപോലെ നമ്മൾ മൈദപ്പൊടി നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം കൂടുതൽ ചേർത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. മാവ് നന്നായി ലൂസായി എടുത്താൽ നമുക്കത് കുഴച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു മാവ് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ മാറ്റിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ നമുക്കിതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ ഒരു മാവ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലൊരു 3/4 കപ്പ് വെള്ളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിതുപോലെ തന്നെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു അല്പം വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഈ ഒരു മാവ് ഞാൻ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാവ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മാവ് നമുക്ക് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ പേര് തന്നെ മുത്തബക്ക് എന്നാണ്. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ട തന്നെയാണ്. അപ്പോൾ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മുട്ടയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉണക്കമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. നല്ല എരിവ് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും അതുപോലെ ഉണക്കമുളക് ചതച്ചതൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ മുട്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട്. അപ്പോൾ തക്കാളിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തക്കാളി മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് 1 കപ്പാട്ട് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് 1 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പാഴ്സലി ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, അപ്പോൾ അതാണ് ഞാനത് ചേർത്ത് കൊടുക്കാതിരുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് പച്ച കളറുള്ള ക്യാപ്സിക്കാട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മഞ്ഞ കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു കളറിലുള്ള ക്യാപ്സിക്കം ഉള്ളൂന്നുണ്ടെങ്കിൽ അതൊരു 1/2 കപ്പ് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒറിഗാനോ ആണ്. അതൊരു 1/2 ടീസ്പൂണ് ഒറിഗാനോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറിഗാനോ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുത്തബക്കിന് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു മാവ് ഒന്ന് എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് 5 ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണ് മുത്തബക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള ബോളാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവൻ മാവും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് പൊടിയിട്ടല്ല പരത്തിയെടുക്കുന്നത്, ഓയിൽ ആക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന ബോർഡിൽ ഒരല്പം ഓയിലാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആദ്യം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് റോളർ വെച്ചിട്ട് ഒന്ന് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഇത് കീറിപ്പോവരുത്. അപ്പോൾ അതിനനുസരിച്ച് തിന്നാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നൈസാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷീറ്റിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര വലുപ്പത്തിലാണ് ഷീറ്റ് പരത്തിയെടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അട്ട ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഫില്ലിങ് ആട്ട വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു ഫില്ലിങ് മാത്രം വെച്ചിട്ടാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചെയ്തെടുക്കാന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് 4 സൈഡിൽ നിന്നായിട്ടാണ് മടക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിത് 4 സൈഡിൽ നിന്നും മടക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കേട്ടോ നമ്മൾ മടക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മുത്തബക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുത്തബക്ക് ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലേ ഈ ഒരു മാവും ഈ ഒരു മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളിത് തിരിച്ചും മറിച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു മുത്തബക്കിൻ്റെ ഈ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ആ ഒരു ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫ്രൈ ആക്കി എടുക്കണം അതിനനുസരിച്ച് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ 4 സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ആ ഒരു ഭാഗത്തുള്ള മാവും കൂടെ ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാ ഭാഗവും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുത്തബക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള മാവും ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് മുത്തബക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ വെച്ചിട്ടാട്ടോ സെർവ് ചെയ്യുക. ഒരു കഴിക്കുന്ന സമയത്ത് ഒരല്പം ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെർവ് ചെയ്ത് കണ്ട് കഴിക്കാം. അപ്പോൾ ഈ ഒരു മുത്തബക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഞാനിതിൽ മൈദ ഉപയോഗിച്ചതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ മൈദ ഉപയോഗിച്ചിട്ടുള്ള മുത്തബക്ക് തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിതിൽ മൈദ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മൈദ താല്പര്യമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഷിഗാസ് കഫേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്